സൈഫ് അലി ഖാൻ ക്രിക്കറ്റ് താരം പട്ടോടിയുടെ മകൻ, രാജവംശത്തിൽ ജനിച്ചവൻ, കോടാനുകോടി സ്വത്തുണ്ട്. പക്ഷേ ഇപ്പോഴും പുള്ളിക്ക് അത് കിട്ടിയിട്ടില്ല. ഇപ്പോൾ കപൂർ കുടുംബത്തിലെ കരീന കപൂറിൻ്റെ ഭർത്താവ് ഉദ്യോഗസ്ഥനായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അമീർ ഖാൻ ഒരു പ്രൊഡ്യൂസറുടെ മകനാണ്. ഇദ്ദേഹത്തിൻ്റെ സിനിമയിൽ കൊണ്ടുവന്നു. അത്യുജ്വലമായ വിജയങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി. അദ്ദേഹം അഭിനയിച്ച പല പടങ്ങളും ഹൈ ലെവൽ ഹിറ്റായി മാറി. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇദ്ദേഹം കല്യാണം കഴിച്ച് 1, 2, 3 ഇപ്പോൾ തൃപ്തിയില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലൈഫ്. ഇപ്പോൾ പുള്ളിക്ക് സിനിമകളൊന്നും കാണുന്നില്ല. അപ്പോൾ പുള്ളി പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയിട്ട് ഇനി അതും നിർത്താൻ പോകുന്നു എന്ന് പറയുന്നു. അതായത് ജീവിതത്തിൽ ഒരു ആനന്ദം ഇല്ലാതെ വിരക്തിയോടെ ജീവിക്കുന്നു. ഒന്നും അതിൽ നിൽക്കുന്നില്ല. വീണ്ടും കല്യാണം കഴിക്കുന്നു, അതിലും നിൽക്കുന്നില്ല, പിന്നെ വീണ്ടും കല്യാണം കഴിക്കുന്നു. ഇദ്ദേഹം മുസ്ലിമാണ്. പുള്ളി ഹജ്ജൊക്കെ ചെയ്തു. പക്ഷേ പുള്ളിക്ക് ഇപ്പോഴും ഒന്നിൽ നിൽക്കാൻ പറ്റുന്നില്ല, രണ്ടിലും നിൽക്കാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പോഴത്തെ പുള്ളിയുടെ പ്രശ്നം. സിനിമകളൊന്നും ചെയ്യുന്നില്ല. എന്തൊക്കെയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ പ്രൊഡക്ഷൻ കമ്പനി നിർത്താൻ പോകുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്നു. സൽമാൻ ഖാൻ, പ്രശസ്ത നടി നർഗീസിൻ്റെ മകൻ, വലിയ വലിയ വിജയങ്ങൾ കൊയ്യുന്ന ഒരു നടനാണ് സൽമാൻ ഖാൻ. ഇന്നും ബോളിവുഡിൽ ഉന്നത സ്ഥാനം തന്നെയാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇദ്ദേഹം ഒരുപാട് സ്ത്രീകളുമായി ബന്ധങ്ങളുണ്ടായിരുന്നു. അവസാനം ഐശ്വര്യ റോയ് എന്ന് പറയുന്ന ലോകസുന്ദരിയുമായി അടുത്തു. അവരും ഇന്നും സിനിമയിലുണ്ട്. പക്ഷേ അവിടെ അദ്ദേഹത്തിന് അവരെ പ്രേമിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ചില കുഴപ്പം കൊണ്ട് അവർക്ക് ഇയാളായിട്ട്, ഈ നടനായിട്ട് മുന്നോട്ട് ജീവിതം നയിക്കാൻ പറ്റിയില്ല. അവർ പിരിഞ്ഞുപോയി, വിവാഹം ചെയ്തില്ല. ഇന്ന് അമിതാഭ് ബച്ചൻ്റെ മകൻ കല്യാണം കഴിച്ചല്ലോ, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇദ്ദേഹത്തിന് അവളെ ഉപേക്ഷിക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഐശ്വര്യ റോയ് നല്ലൊരു സ്ത്രീയായിരുന്നു. നല്ലവണ്ണമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഐശ്വര്യ റോയെ പാർട്ട്ണറാക്കാമായിരുന്നു. പക്ഷേ അവിടെയും തല്ലിപ്പൊളി കാണിച്ച് അവർക്ക് ഇഷ്ടപ്പെടാതെ അവർ പിരിഞ്ഞുപോയി. പിന്നെ കത്രീന കൈഫൊക്കെ അടുത്തെങ്കിലും ഇദ്ദേഹത്തിന് ഒരു സ്ത്രീയിലും സംതൃപ്തി ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് വിവാഹം ചെയ്യാൻ കഴിയില്ല. ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു. ഇപ്പോൾ സിനിമയുള്ളത് കൊണ്ടൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോൾ കുറേ വയസ്സായി കഴിയുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് വരും. എങ്ങനെ ഒരു പാർട്ട്ണറില്ലാതെ വരുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട്. അവർക്ക് സമ്പത്തുള്ളത് കൊണ്ട് ഒന്നും ഫെസിലിറ്റീസിന് കുറവുണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ ഷാരൂഖ് ഖാൻ മാത്രം ഇന്നും ഉന്നത സ്ഥാനത്ത് ചക്രവർത്തിയായിട്ട് വാഴുന്നു.